നോർക്കയുടെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ 3000-ലധികം പേര് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ അതിനുവേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ, അമ്മ വരണം, കൂടെ ഈശോനെയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 25 കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, പലയിടത്തും 2 മെയിൽ അല്ലെ 2 ഫീമെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഇൻ്റർവ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മെയിലും ഒരു ഫീമെയിലും ഇരിക്കുന്നു. അവർ പറയുന്ന ഇംഗ്ലീഷുകാരാണ്. അവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ കാശ് രൂപത്തെ മുറുക്കെ പിടിച്ച് എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണേന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വളരെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വാവ്, കൺഗ്രാജുലേഷൻസ്, നീ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ 3000-ലധികം പേര് പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ 199 പേര് പാസ്സായി. ഇൻ്റർവ്യൂവിന് ഫർദർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് സെലക്റ്റായി. അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു.